ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പെണ്ണ് കാണൽ തൊട്ട് കല്യാണം വരെയുള്ള ഒരു ജേണി, ഒരു ചെറിയൊരു ജേണി, അതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പെണ്ണ് കാണാനായിട്ട് വന്നത് ഏട്ടനും ഏട്ടൻ്റെ ഒരു 3 ഫ്രണ്ട്സുമാണ്. 3 ഫ്രണ്ട്സ്. അപ്പോൾ അവർ പെണ്ണ് കാണാൻ വരുമ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും അമ്മയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ഇപ്പോൾ കല്യാണമൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് കണ്ടിട്ടൊന്ന് പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. ഞങ്ങൾ ദൂരെ നിന്നേ കാണുന്നുണ്ട് അവർ വരുന്നത്. ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു ബ്ലൂ ജീൻസും ഇട്ടിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ വന്നു. ഞാൻ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അവർ വരുന്ന സമയത്ത് പെട്ടെന്ന് വന്നതല്ല. അപ്പം ഞാൻ കല്യാണം വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു, മുടി ഇല്ലി വിരിച്ചിട്ടു. കുളിച്ചിട്ടൊന്നുമില്ല എങ്കിൽ കൂടിയും ഇല്ലി വിരിച്ചിട്ടു. അവർക്ക് വെള്ളം കൊടുത്തു. ഞാൻ മുഖത്തൊന്നും നോക്കിയില്ല കേട്ടോ, കാരണം നമ്മൾ അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു കല്യാണം വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ മുഖത്തൊന്നും നോക്കിയില്ല. അപ്പോൾ ആൾ പേര് പറഞ്ഞു, ജോലിയൊക്കെ പറഞ്ഞു. എനിക്കതൊന്നും ചെവിയിലോട്ട് പോയില്ല കേട്ടോ, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ വന്നു, വെള്ളം കുടിച്ചു, പോയി. പോയതിന് ശേഷം അവരെ അമ്മയെ വിളിച്ചു, ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആളെ ഫേസ് നല്ലോണം കണ്ടിട്ടില്ല, എനിക്കൊന്നും ഫേസ് ഓർമ്മയില്ല, ആളുടെ പേര് കൂടി ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഈ ഒരു കല്യാണാലോചന കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അവരുടെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഒന്നുകൂടി കണ്ടു. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കൂടെ അവരുടെ കൂടെ ചെക്കൻ്റെ ഏട്ടൻ്റെ പെങ്ങളും മച്ചുനൻ്റെ ഭാര്യയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടു, സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ്, കൂടിപ്പോയാൽ ഒരു 10 സെക്കൻഡ് കേട്ടോ, അത്രേ സംസാരിച്ചിട്ടുള്ളൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞു. ഓക്കെ, പേരൊക്കെ പറഞ്ഞു. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ അമ്മ ഒന്നുകൂടി ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. യെസ്, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉറപ്പ് കൊടുക്കലെത്തി. ഉറപ്പ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു നേഴ്സാണ്. പക്ഷേ ഞാനിപ്പോൾ മോനായതിനു ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ അന്നൊക്കെ ഞാൻ ജോലിക്ക് പോയിരുന്നു. ഉറപ്പ് കൊടുക്കലിൻ്റെ അന്ന് കൂടിയും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സോ അന്നും ഞാൻ ഡ്യൂട്ടിക്ക് പോയി, വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ഓക്കെ, ഡേറ്റൊക്കെ ഇതാക്കി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, ഒന്നിച്ചു പോയി. കക്കയം പോയി. അതൊക്കെ നല്ല മെമ്മറീസ് ആയിരുന്നു കേട്ടോ. കക്കയം ഡാമിൽ പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത്രയും ദൂരമൊക്കെ, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല എങ്കിൽ കൂടിയും എനിക്കതൊരു ദൂരമായിരുന്നു, കാരണം ഞാനങ്ങനെ ദൂരത്തോട്ടൊന്നും പോകാറില്ല. അങ്ങനെ വീട് കഴിഞ്ഞാൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. സോ അപ്പോൾ എനിക്കതൊരു നല്ലൊരു മെമ്മറി ആയിരുന്നു. പിന്നെ നമ്മൾ പയ്യാമ്പലം ബീച്ച് 2-3 പ്രാവശ്യം പോയി കേട്ടോ. പയ്യാമ്പലം ബീച്ചിൽ പോയി. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാഹി പാർക്കിൽ അധികവും പോകാറുണ്ട്. മാഹി പാർക്ക് ഇവിടെ അടുത്താണ്, സോ ഞങ്ങൾ അധികവും പോകാറുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഞങ്ങളുടെ ഉറപ്പ് കൊടുത്തതിന് ശേഷം ഒരു 9 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം കേട്ടോ. അപ്പോൾ ഒരു 9 മാസത്തെ സമയം നമുക്കുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോയി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടാക്കാനും തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടാക്കാനും ഒക്കെ ആളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ വരും, കാണും, സംസാരിക്കും. അങ്ങനെ
മാർച്ച് 19 ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു. മാരേജ് നടന്നു, നല്ല അടിപൊളിയായിട്ട് നടന്നു, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കല്യാണമൊക്കെ നടന്നു. അതിനുശേഷം ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 19 ഞങ്ങളുടെ കല്യാണം നടന്നത്. അപ്പോൾ ഫെബ്രുവരി 24 ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത മോൻ ഞങ്ങളുടെ കൈകളിലോട്ട് വന്നു. ദെൻ 2018 ഫെബ്രുവരി 24 കേട്ടോ. ദെൻ 2022 നവംബർ 8 ഞങ്ങളുടെ രണ്ടാമത്തെ മകനും ഞങ്ങളുടെ കൈകളിലോട്ട് വന്നു. സോ ഇപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെണ്ണ് കാണൽ തൊട്ടുള്ള കല്യാണം വരെയുള്ളൊരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വലിയ കാര്യമായിട്ടൊന്നുമില്ല എങ്കിൽ കൂടിയും അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോ അങ്ങനെ ഷെയർ ചെയ്തതാണ്. കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ കാക്കയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.